salt and pepper. Bum 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 bum. ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പറിലേക്ക് സ്വാഗതം. ഞാൻ ഈ നിൽക്കുന്ന സ്ഥലം കണ്ടോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ ഒരു വിദേശ രാജ്യത്ത് ഞാൻ നിൽക്കുന്ന പോലെ ഒരു ഫീൽ അല്ലേ? സത്യം പറഞ്ഞാൽ ഈ കാഴ്ചയൊക്കെ കണ്ടപ്പോഴേക്കും ഞാൻ പെട്ടെന്ന് ഓർക്കുക, നമ്മുടെ കേരളത്തെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. കേരളം മരങ്ങൾ കൊണ്ട് സമ്പുഷ്ടമായിരുന്ന ഒരു സ്ഥലമായിരുന്നു എന്നൊക്കെയാണ് പണ്ട് പറയാറുള്ളത്. കേരളത്തിൻ്റെ മരങ്ങളെയൊക്കെ പിന്നെ വെട്ടി നശിപ്പിച്ച് കളഞ്ഞു, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഇതുപോലെ കിടക്കേണ്ട സ്ഥലമാണ് ആക്ച്വലി കേരളം. എന്തേ ഞെട്ടിയോ? ഇത് കേരളം തന്നെ ആയി കാണുന്നത്. ഞാൻ ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് വലിയ സന്തോഷം തോന്നുന്നു. കാരണം കേരളത്തിൻ്റെ മരങ്ങളെയൊക്കെ നശിപ്പിച്ചു എന്നാണ്, ഒരു തലമുറ നശിപ്പിച്ചു കഴിഞ്ഞു, വരും തലമുറയ്ക്ക് ഒന്നും ഇല്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇത് കണ്ടിട്ട് എനിക്ക് അങ്ങനെയും തോന്നില്ല. ഇത്രയെങ്കിലും നമ്മുടെ തലമുറ, അപ്പോൾ ഞാനൊക്കെ പ്രതിനിധീകരിക്കുന്ന ഈ തലമുറ ഇത്രയെങ്കിലും സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്നല്ലോ എന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. നാളെ നമ്മുടെ പിള്ളേർക്കും വരുന്ന തലമുറയ്ക്കും നമ്മൾ കൊടുക്കുന്ന സമ്മാനമായിരിക്കും ഈ കാണുന്നത്. ഞാൻ സ്ഥലം ഇപ്പോൾ പറയാം, ആദ്യം ഒന്ന് കണ്ടു നോക്കൂ. ഇതാണ് പത്തനംതിട്ട നഗരം. പത്തനംതിട്ടയാണ് നമ്മൾ ഈ കാണുന്നത്. ഒന്ന് കണ്ണോടിച്ചു കഴിഞ്ഞാൽ പത്തനംതിട്ട എന്ന് പറയുന്ന നഗരത്തെ നമുക്ക് മുഴുവനായി ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഈ കാണുന്നതാണ് നമ്മൾ ഇപ്പോൾ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പശ്ചിമഘട്ട മലനിരകൾ, അതായത് സഹ്യപർവ്വത സാനുക്കളാണ് ആ ചുറ്റും കാണുന്നത്. ഇപ്പം ഞാൻ ഈ നിൽക്കുന്ന പാറ ഏതാണെന്നറിയണ്ടേ? ഇത് പത്തനംതിട്ടയുടെ ഹാർട്ടിൽ, അതായത് ഏറ്റവും ഒത്ത നടുവിൽ കാണുന്ന ചുട്ടിപ്പാറ എന്ന് പറയും. ഈ പാറയുടെ ഉയരം എന്ന് പറഞ്ഞാൽ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 300 അടിയോളം ഉയരത്തിലാണ് ഇത് നിൽക്കുന്നത്. മനോഹരമായ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ നഗരവും നാടും മുഴുവൻ കാണാം. ഒരു പക്ഷേ അങ്ങോട്ടൊക്കെ കാണുന്നത് കൊല്ലം ജില്ല പോലും ആയിരിക്കും. ഇത് ആസ്വദിച്ച് നിൽക്കുമ്പോഴാണ് ഞാൻ മറ്റൊരു കാര്യം പറയണത്. ഇവിടുത്തെ ഈ പ്രകൃതി പോലെ തന്നെ മനോഹരമാണ് ഇവിടുത്തെ ഭക്ഷണവും. ഇപ്പം മനസ്സിലായോ എന്തിനാണ് ഞാൻ ഇത്രയും വലിഞ്ഞ് കയറിയതെന്ന്? യെസ്, ഈ മനോഹരമായ ഒരു ഭക്ഷണം തേടിയുള്ള യാത്രയിലാണ് ഈ മനോഹാരിത ഞാൻ കണ്ടത്. ഇനി ഈ മനോഹാരിതയ്ക്കിടയിലേക്ക് ഞാൻ ഇറങ്ങുകയാണ്, മനോഹരമായ ഭക്ഷണം തേടി. വരൂ, ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പറിൻ്റെ യാത്ര. ഇലക്ട്രിക് ലൈൻ കൈയൊന്ന് ഉയർത്തിയ തൊട്ട് മേളിൽ അപകടവും പതിയിരിപ്പുണ്ട്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ, ഹൈറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ വളരെ ശ്രദ്ധയോടെ വേണം നമ്മൾ സഞ്ചരിക്കാൻ. അങ്ങനെ ഈ മല കയറി ഞങ്ങൾ മലയുടെ താഴെ എത്തിയപ്പോഴേക്കും റംബൂട്ടാൻ, ഇവിടെ തന്നെ വിളയുന്ന, ഇവിടെ റംബൂട്ടാൻ കൃഷിയുണ്ട്, അവരെനിക്ക് സമ്മാനമായിട്ട് തന്നതാണ്. അപ്പോൾ ഇതുമായിട്ട് ഞാൻ വീണ്ടും ഇത് കൈ കിട്ടിയപ്പോൾ തന്നെ ഭക്ഷണം ഓർമ്മ വന്നു. മേളിൽ നിന്ന് പാട്ടും കേട്ട് തുടങ്ങി. ഞാൻ നേരെ ഭക്ഷണം തേടി അങ്ങ് പോവുകയാണ്. ആ പാറയിൽ നിന്നിറങ്ങി ഞാൻ താഴെ എത്തി. ഇനി അടുത്ത പാറയിലേക്ക് ഞാൻ പോവുക. എന്താ ഇന്ന് പാറ മാത്രമേ ഉള്ളൂ, പാചകമൊന്നും ഇല്ലേന്നാണോ? ഇന്ന് പാറയിൽ വെച്ച അടുത്ത പാചകം ഇതാണ് ഞാൻ പോകാൻ പോകുന്ന അടുത്ത പാറ. പാറയിൽ റെസ്റ്റോറൻറ്റ്. അടിപൊളി അല്ലേ? അയ്യോ, അതെ കിണ്ടി. ഒരു ഫോട്ടോ എടുക്കൂ. ഒരു വലിയ കിണ്ടി കണ്ടു. കിണ്ടിയല്ലേ, ഇതൊരു കലമാണെന്ന് തോന്നുന്നു. പക്ഷേ ഗോൾഡൻ കളർ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു വലിയ കിണ്ടി ആയിരിക്കുന്നു. ഒരു ചെറിയ സാധനമുണ്ട്. അയ്യോ, അങ്ങനെ നല്ല രസമുള്ള ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിലാണ് ഞാൻ എത്തിയത്. ഇതിൻ്റെ പേരാണ് പാറയിൽ റെസ്റ്റോറൻറ്റ്. എന്താണ് ഇവിടുത്തെ ഈ പാറ പോലെ ഉറച്ച ഈ രുചിയുടെ പിന്നിലെ രഹസ്യം ഒന്ന് നോക്കട്ടെ. കയറിച്ചില്ല. ഓക്കെ, ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആൾ. മനസ്സിലായല്ലോ, ഇനി ഞാൻ പറയണ്ടല്ലോ. പേര് ഷാജി എന്ന് എനിക്കറിയാം. ഫുൾ നെയിം എങ്ങനെയാണ്? ഷാജി സൈമൺ. അപ്പോഴേ ഇത് ഞാനിങ്ങനെ കേട്ടു, ഇത് വളരെ പണ്ട് പഴമക്കാർക്ക് വരെ അറിയാവുന്നുള്ളൊരു റെസ്റ്റോറൻ്റ് ആണെന്ന്. 75 വർഷം. ശരിക്കും ഒരു ഭക്ഷണ മുത്തച്ഛൻ എന്ന് പറയാം അല്ലേ?
പിന്നെ ഞാനിങ്ങനെ കേട്ടു ഇവിടെ ഒരുപാട് നാടൻ വിഭവങ്ങൾ കൊണ്ട് കുട്ടനാടൻ സീ ഫുഡ്സ് എല്ലാം ഉണ്ട്. പത്തനംതിട്ട പൊതുവെ കടൽക്കര അവകാശപ്പെടാനില്ലാത്തതാണല്ലേ, എങ്കിലും സീ ഫുഡിന് ഇവിടെ വളരെ ഫേമസ് ആയത് എങ്ങനെയാണ്? ആലപ്പുഴയിൽ നിന്ന് ആലപ്പുഴ കൊണ്ടുപോയിട്ട്. അപ്പൊ നമുക്കിന്ന് വേണ്ടിയിട്ട് എന്താ ഉണ്ടാക്കാൻ പോണേ? ഇന്ന് നമുക്ക് താറാവ് മപ്പാസ്. അത് അതിന്റെ ഒരു സ്റ്റൈൽ എങ്ങനെയാണ്? കുട്ടനാടൻ സ്റ്റൈൽ തന്നെ, പച്ചക്ക്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഇവിടുത്തെ ഒരു കാഴ്ചകളൊക്കെ ഒന്ന് കാണണ്ടേ. ഒന്നാമത്തെ കാര്യം, ഇതിന്റെ ഈ ഡൈനിങ് റൂമിനകത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. മനോഹരമായ ഒരു കൺസ്ട്രക്ഷനാണ്, ഒരു യൂറോപ്യൻ സ്റ്റൈല്. ഇതാരാ ഇതിന്റെ ആർക്കിടെക്ട്? രഞ്ജി പണിക്കർ നമ്മുടെ സിനിമാ താരമാണോ? രഞ്ജി പണിക്കർ അല്ല, രഞ്ജി പണിക്കർ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ആർക്കിടെക്ട് ആണ്, എനിക്കറിയാം. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരും. അപ്പോഴേക്കും ഞാൻ നമ്മുടെ ഷെഫിനെ ഒന്ന് തപ്പി വെച്ച് വരാം. അപ്പോഴേക്കും ഞാൻ നേരത്തെ പറഞ്ഞു എന്താ ഉണ്ടാക്കുന്നതെന്ന്. ഇന്ന് താറാവ് മപ്പാസ് നമ്മുടെ ജെയിൻ സ്റ്റൈലിൽ പറഞ്ഞത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഇവിടെ വന്നപ്പോഴേക്കും ഷെഫ് അതുപോലെ തന്നെ ഉണ്ട്, കറക്റ്റ് ഉണ്ട്, മസിലൊക്കെ വെച്ച് കിടില ഒരു ഷെഫ്. അപ്പോൾ പേര് അഖിൽ അല്ലേ? കറക്റ്റ് അല്ലേ? ഫുൾ നെയിം അഖിൽ കെ പി. അപ്പോൾ ഈ ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടത്? നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് താറാവ്, തേങ്ങാപ്പാൽ, ടൊമാറ്റോ, റെഡ് ചില്ലി, ഗ്രീൻ ചില്ലി, കറിവേപ്പില, തേങ്ങ കൊത്തി അരിഞ്ഞത്, സവോള, വെളുത്തുള്ളി, ഇഞ്ചി, വെളിച്ചെണ്ണ, ചെറിയുള്ളി, മല്ലിപ്പൊടി, ഉപ്പ്, പെപ്പർ പൗഡർ, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കടുക്, ഗോൾ ഗരം മസാല. തുടങ്ങാം. ആദ്യം നമുക്ക് താറാവ് ബോയിൽ ചെയ്യാം. അത് നമുക്ക് വാഷ് ചെയ്തിരിക്കുന്ന താറാവ് കുക്കറിനകത്തേക്ക് ഇടുക. നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ച താറാവാ, അത് കുക്കറിലോട്ടിട്ട് ഒന്ന് പുഴുങ്ങിയെടുക്കാൻ പോവുകയാണ് അല്ലേ? അതെ. അതിനകത്തേക്ക് ഗരം മസാല, ഒരു സ്പൂൺ ഗരം മസാല, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ആവശ്യത്തിന് ഉപ്പ്, മല്ലിപ്പൊടി. പുഴുങ്ങാൻ പോവുകയാണ് കേട്ടോ, അതിന് വേണ്ടിയിട്ടുള്ള ഇതാണ് ചേർക്കുന്നത്. പെപ്പർ പൗഡർ, ഇഞ്ചിയാണെങ്കിൽ ഇങ്ങനെ ചതച്ചതല്ല, ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞു വെച്ച ഇഞ്ചിയാണ്. വെളുത്തുള്ളി അതുപോലെ ഒന്ന് കൊത്തി അരിഞ്ഞെടുത്താണ്. കറിവേപ്പില. ഇത് നന്നായി മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഇത് ഇപ്പോൾ താറാവ് എത്ര കിലോ ഉണ്ടാവും? താറാവ് 1 കിലോ ഉണ്ട് ഏകദേശം. 1 കിലോ താറാവിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇപ്പോൾ ചേർത്തുകൊണ്ടിരിക്കുന്നത്. ഇത് പുഴുങ്ങാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരുപാട് പരിപാടികളുണ്ട് കേട്ടോ. 10 മിനിറ്റ് ഇത് ബോയിൽ ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിനാവശ്യമായ സവോള വഴറ്റാം. അത് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. 3-4 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ ഏകദേശം ചൂടായി കഴിഞ്ഞിരിക്കുകയാണ്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക്, അതിലേക്ക് ചെറിയ ഉള്ളി സ്ലൈസ് ചെയ്ത്. കാരണം കടുക് വറുക്കുമ്പോൾ നമ്മൾ ചെറിയ ഉള്ളി ചേർക്കുമല്ലോ, അപ്പോൾ അതാണ് അതിൻ്റെ ഒരു മണം സമ്മാനിക്കുന്നത്. ഞാൻ വിചാരിച്ചതേ ഉള്ളൂ. അതിനകത്ത് മുളക് അങ്ങനെ ഇടും. ആ മുളക് അങ്ങനെ കിടക്കുമ്പോൾ അതെടുത്ത് വെച്ചിട്ട് നമ്മൾ ചോറൊക്കെ കഴിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞാൽ അതിനകത്തുനിന്ന് ഒരു എണ്ണ വരും, അതിൻ്റെ ഒരു ടേസ്റ്റ്. കറിവേപ്പില, തേങ്ങാക്കൊത്ത് ശരിക്കും സോട്ടായി വരണം. അതിലുള്ളിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒരു എത്ര എണ്ണം ഇട്ട് കാണും? ഒരു 5-6 5-6 ഇങ്ങനെ കുറുകയില്ല, നെടുകെ 2ആയി കീറിയത്. അതിൻ്റെ കൂടെ ഇട്ട് സോട്ട് ചെയ്ത് ഇതെല്ലാം സോട്ടായി വരുമ്പോൾ അതിലേക്ക് സവോള എത്ര എണ്ണം വേണ്ടി വരും? 1 കിലോയ്ക്ക് ഒരു 3-3.5 സവോളകൾ മതി. 1 കിലോ താറാവിന് ഒരു 3 വലിയ സവാള. ചെറുതാണെങ്കിൽ ഒരു 4 എണ്ണം ഇടാം. 2 തക്കാളിക്ക് സ്ലൈസ് ചെയ്ത് ഒനിയും ബ്രൗൺ കളറാകുന്നവരെ നമ്മൾ ഇളക്കി സോട്ട് ചെയ്യണം. അതിനകത്തേക്ക് ഹോൾ ഗരം മസാല പൊടിച്ച് ചേർക്കുന്നുണ്ട്, ഒരു ഫ്ലേവറിന്. പൊടിക്കാത്തത് ഒരു ഫ്ലേവറിനും ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ഞാൻ ഇളക്കാം. ചേർത്തോളൂ. 2 സ്പൂൺ ഗരം മസാല, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 സ്പൂൺ കുരുമുളക്.
1-1.5 സ്പൂൺ മല്ലിപ്പൊടി. മസാല ചേർത്തതിനായിട്ട് ഒരു 3 മിനിറ്റ് ഇതൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് വഴിച്ചിടണം. ഓക്കെ, മസാല റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. അതിലേക്ക് നമുക്ക് ഇനി താറാവ് പതുക്കെ ഇങ്ങോട്ട് ഇറങ്ങാൻ പോവുകയാണ്. ഇത് നന്നായിട്ട് മസാലയായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആവശ്യമായ സ്റ്റോക്ക് വാട്ടർ അതിലേക്ക് ആഡ് ചെയ്യുക. തിളയ്ക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഏകദേശം തിളച്ച് തുടങ്ങിയിരിക്കുന്നു. മപ്പാസ് തിളയ്ക്കുന്നല്ലോ. മപ്പാസ് റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. മുക്കാൽ ഭാഗം താറാവ് മപ്പാസ് റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. റെഡി ആയിട്ടുള്ളൂ. അയ്യോ, ഞാൻ ഇത് റെഡി ആയെന്ന് പാട്ടൊക്കെ പാടാൻ തുടങ്ങിയതായിരുന്നു. അതിലേക്ക് നമ്മൾ ഈ തേങ്ങാപ്പാൽ ആഡ് ചെയ്യണം. തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കാൻ പാടില്ല. അത് ശ്രദ്ധിച്ച് വെച്ചോണം. മപ്പാസ് ഉണ്ടാക്കുമ്പോൾ ലാസ്റ്റ് സ്റ്റേജിലാണ് തേങ്ങാപ്പാൽ ചേർക്കുന്നത്. അന്നേരം പിന്നെ അത് തിളയ്ക്കാൻ പാടില്ല എന്നുള്ളതാണ് നിയമം. ഇത് എത്ര തേങ്ങാപ്പാൽ ചേർക്കണം? ഇത് ഒരു തേങ്ങയുടെ പാൽ ഫസ്റ്റ്. അതെ, ഒറ്റ പാൽ ചേർക്കുന്നത്. ഒന്നാം പാല്. അങ്ങനെ നമ്മുടെ താറാവ് റോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു. കഴിക്കാറായില്ല. അവസാനം അതിലേക്ക് അല്പം വെളിച്ചെണ്ണ. റെഡി ആയി കഴിഞ്ഞു മപ്പാസ്. ഇനി ഇത് കഴിക്കാം. മപ്പാസ് തയ്യാർ. നല്ല ചൂടാവി പറക്കുന്ന താറാവ് മപ്പാസ്. ഇത് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അതിനു മുമ്പായിട്ട് ഇത് ഒന്ന് കാണുന്നതിൽ പെട്ടെന്ന് കണ്ടോളൂ. ഇത് കണ്ടിട്ട് തന്നെ എനിക്ക് കണ്ടങ്ങ് മനസ്സ് നിറഞ്ഞു. ഇനി ടേസ്റ്റ് ഞാൻ ഉള്ളതുപോലെ പറയും കേട്ടോ. ടേസ്റ്റ് ചെയ്തിട്ട് വേറെ ഒന്നും തോന്നരുത്. ബാക്കിയുള്ളവരെ പോലെ സോപ്പറിന് ആളല്ലേ ഞാൻ. ഞാൻ എന്ത് പറയുന്നതായിരിക്കും താങ്കൾ വിചാരിക്കണം? പറ, ചുമ്മാ ഞാൻ എന്ത് പറയുന്നെന്നും പുള്ളിക്കാരൻ പറയുന്ന നോക്കട്ടെ. അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് എത്ര ഉണ്ടെന്ന് നോക്കട്ടെ. എന്ത് പറയും ഞാൻ? സൂപ്പർ ആയിരിക്കും. ആണോ? എന്നാ പറഞ്ഞിരിക്കുന്നത് സൂപ്പർ മച്ചാ, സൂപ്പർ. അമ്മേ, എല്ലാ ഈശ്വരന്മാരെയും സാക്ഷി നിർത്തി ഞാൻ പറയണം, ഇതുപോലൊരു താറാവ് കറി, അത് മപ്പാസ് ആയിരുന്നാലും വേറെ എന്ത് കറി ആയിരുന്നാലും ഈ ടേസ്റ്റിൽ ഞാൻ കഴിച്ചിട്ടില്ല. ഇത് ഞാൻ പറയുന്ന വാക്കാണ്. താങ്ക് യു. അപ്പോൾ ഈ ഗംഭീര ടേസ്റ്റ് എങ്ങനെയാണ് ഉണ്ടായതെന്ന് ഒന്നുകൂടെ ഒന്ന് കാണണ്ടേ? ഒരു റീക്യാപ്പ്. എന്തായിരുന്നാലും ഇങ്ങനൊരു ടേസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ ഈ പുള്ളിക്കാരൻ്റെ കയ്യിൽ ഇനിയും കുറേ സംഭവങ്ങൾ കാണും. ഇതിൽ ഞാൻ തൃപ്തി അടയുന്നില്ല. ഒരു സംഭവം കൂടെ ഞാൻ ഈ പുള്ളിക്കാരനെ കൊണ്ട് ഉണ്ടാക്കി ഇന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ഇവിടെ നിന്ന് പോകുന്നുള്ളൂ. ഇപ്രാവശ്യം നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോണേ? നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കക്ക തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കക്ക തോരൻ. അപ്പോൾ തുടങ്ങാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിനാവശ്യമായ സാധനങ്ങൾ: തേങ്ങാപ്പീര, സവോള, തേങ്ങാക്കൊത്ത്, പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയുള്ളി, വെളിച്ചെണ്ണ, മഞ്ഞൾപ്പൊടി, കടുക്, ഉപ്പ്, കുരുമുളക് പൊടി, ഗരം മസാല, പറ്റൽമുളക്. അതെ, കക്ക ചേർക്കും. അത് നമുക്ക് ചട്ടിയെ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. അതിലേക്ക് 1 സ്പൂൺ കടുക്, ചെറിയുള്ളി അരിയുക. ചെറിയ ഉള്ളി, വീണ്ടും വേറെ സാധനമുണ്ട്, തേങ്ങാക്കൊത്ത്, പച്ചമുളക്, കറിവേപ്പില. പിന്നെ നമ്മൾ ഇതിലേക്ക് പച്ചമുളക് എത്രയാണ് വേണം? നമ്മൾ എത്ര പച്ചമുളക്? നമ്മൾ 2 പച്ചമുളക് മതി. നമ്മൾ ഇതിന് കുരുമുളക് പൊടിയാണ് മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ കുറച്ച് പച്ചമുളക് ഇട്ട് സവോള കഴിയും. അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി അങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്. ഒപ്പം വെളുത്തുള്ളിയും. കാരണം ഇഞ്ചി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ വെളുത്തുള്ളിയാണെന്ന് ഇപ്പം കാണാതെ അറിയാമല്ലേ എല്ലാവരും. സോൾട്ട് ആൻഡ് പെപ്പറിലൂടെ നമ്മൾ സ്ഥിരം കാണുന്നതല്ലേ.
ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പീരയാണ് ഇതിൻ്റെ ഒരു പ്രധാന ഘടകം അല്ലേ? അതെ. നമുക്ക് മസാല ചേർക്കാം. മഞ്ഞൾപ്പൊടി ഏതാണ്ട് ഒരു അര സ്പൂൺ. കുരുമുളക് പൊടി അല്പം കൂടുതൽ പ്രാവശ്യം ചേർക്കുന്നുണ്ട്. 1 സ്പൂൺ, 2 സ്പൂൺ. ഗരം മസാല. ഈ പെപ്പർ സമ്മാനിക്കുന്ന ഒരു രുചിയും മണവും. ഗരം മസാല വാഷ് ചെയ്ത് വെച്ച കക്ക ചേർക്കാം. ഈ കക്ക ബോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇല്ല. അതായത് അത് കുക്ക് ചെയ്യാത്ത പച്ചക്കക്കയാണ്. അതെ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് അല്പം വെള്ളം ചേർക്കുക. അതിനെ ഒന്ന് കൂന കൂട്ടി വെക്കുകയാണ് ആ പാത്രത്തിൻ്റെ നടുക്ക്. എന്നിട്ട് സ്റ്റീം ചെയ്യാൻ പോവുക. റെഡി ആവാൻ പോവുകയാണ്. ഇത് എത്ര സമയം ഇങ്ങനെ അടച്ചു വെക്കണം? 5 മിനിറ്റ്. 5 മിനിറ്റ്. എന്താ പോയി 5 മിനിറ്റ്. ഓ, അങ്ങനെ ടൈം കഴിഞ്ഞു. നമ്മുടെ ചക്ക ഫ്രൈ റെഡിയായി കഴിഞ്ഞിരിക്കും. അവസാനമായിട്ട് അല്പം കുരുമുളക്. ഇനിയും ഫ്ലേവറിന് വേണ്ടി ചാക്കണം. ഇത് മിക്സ് ചെയ്യണം. നമ്മൾ വെളിച്ചെണ്ണ ലാസ്റ്റിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്തു. ശകലം കുരുമുളകും കറിവേപ്പിലയും കൂടി, പിന്നെ കറിവേപ്പിലയും കൂടെ, പച്ച കറിവേപ്പിലയും കൂടെ അങ്ങ് ഇട്ടു. ശരിക്കും കാഴ്ചയിൽ നല്ല ഭംഗിയുള്ള തോരൻ. അതുള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞു. ഇത് നമ്മുടെ രുചിയാണ് ഇനി അറിയേണ്ടത്. റെഡിയായി കഴിഞ്ഞു. അതിനെ നല്ല ചൂട് ആവി പറക്കുന്ന, ഒരുപക്ഷെ സ്വാദ് അത്ഭുതകരമായി ഒളിച്ചിരിക്കുന്ന അടുത്ത വിഭവം കക്കത്തോരൻ തയ്യാറായി കഴിഞ്ഞു. ഇത് ഈ ചൂടോടെ തന്നെ ഒന്ന് കണ്ടോളൂ. ഞാൻ കഴിച്ചു നോക്കുന്നതിന് മുമ്പ് ചോദിക്കട്ടെ, ഞാൻ ഇത് കഴിച്ചിട്ട് എന്ത് പറയും? നേരത്തെ കഴിച്ചതിനേക്കാൾ സൂപ്പർ. എനിക്ക് വയ്യ. ഓരോരുത്തരുടെ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇങ്ങനെയുള്ളവരെയാണ് നമുക്ക് ആവശ്യം. ഗംഭീരമായിട്ടുണ്ട്. നല്ല ഒരു ടേസ്റ്റിയും നല്ല കുരുമുളകിൻ്റെ ഒരു എരിവും, പിന്നെ കക്കേൻ്റെ ഒരു ഒറിജിനൽ ടേസ്റ്റ്. ചിലരൊക്കെ കക്ക വയ്ക്കുമ്പോൾ വേറെ ചില ഇഞ്ചിയൊക്കെ ചേർത്തിട്ട് വേറൊരു ടേസ്റ്റായി പോകും. ഇത് ശരിക്കും ആ ഒരു ഫിഷിൻ്റെ ഒരു ടേസ്റ്റ് എന്താണ്, ശരിക്കും ഒരു ഒറിജിനൽ വിഭവം കഴിച്ച ഒരു പ്രതീതി. താങ്കളെ ശരിക്കും ഞാൻ നളനെന്ന് വിളിച്ചോട്ടെ. ഓക്കെ, താങ്ക് യു. ഓക്കെ, വെൽക്കം. ഇതിൽ പരം ഒരു കുക്കിന് എന്ത് കോംപ്ലിമെൻ്റാണ് കൊടുക്കാനുള്ളത് അല്ലേ? ഇത്രയും ഗംഭീരമായ 2 വിഭവങ്ങളാണ് ഇന്നുണ്ടാക്കിയത്. അപ്പോൾ നമുക്ക് ഈ കക്കത്തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്നുകൂടെ ഒന്ന് അറിയണ്ടേ? അതിലേക്കായി ചെറിയൊരു റീക്യാപ്പ്. യെസ്, അങ്ങനെ ഇന്ന് അത്ഭുതം. ഒരെണ്ണത്തിലാണെങ്കിൽ മുടിഞ്ഞ അത്ഭുതമായിരുന്നു. അതിന്റെ കൂടെ തന്നെ കിടപിടിച്ച് നിൽക്കുന്ന മറ്റൊരു വിഭവം, 2 വിഭവം. ഇത് ഉറപ്പായിട്ടും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ശരിയായില്ലെങ്കിൽ നേരെ ഇങ്ങോട്ട് പോരുക. ഇവിടെ നമ്മുടെ പാറയിൽ വന്നിട്ട് അസലായിട്ട് ഇതെല്ലാം ആസ്വദിക്കാം. ഇനിയും ഇതുപോലുള്ള അത്ഭുതകരമായ രുചികളുമായിട്ട് വീണ്ടും വരും അടുത്ത ആഴ്ച ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പറിൽ. അതുവരെ ഗുഡ് ബൈ.